ഇപ്പോൾ അതുപോലെ എഴുത്തുകാരി സാറ മദ്യവും ജോസഫ് പ്രതികരിക്കുന്നു അതിലേക്ക്. ലൈംഗിക അരാജകത്വമൊക്കെ കിടന്ന് മറയുന്നൊരു മേഖലയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു മാഫിയയുടെ കയ്യിലാണ് ആ രംഗം തിരിയുന്നത് എന്നുള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ആരാണത് നിയന്ത്രിക്കുന്നത്, ആരാണ് സത്യത്തിൽ ഇപ്പോൾ ഇതിൽ പല കുട്ടികളും പറഞ്ഞിട്ടുള്ള പോലെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്, അവരുടെയൊക്കെ പേരുകൾ പറയണ്ടേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമല്ലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ, നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്, പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപൂർണമായിട്ടുള്ളൊരു സാധനമാണ്. ചിലരുടെ വ്യക്തിപരമായത് പുറത്തു വരാതിരിക്കാനായി പേര് ആ ഭാഗം പുറത്തുവിടാത്തതാണെന്ന് പറയുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ പുറത്തുവിടാത്ത ഭാഗത്തിലാണെങ്കിലും പേരുകളുള്ളവർക്കെതിരെ നടപടി എടുക്കണമല്ലോ. ഇപ്പോൾ പുറത്ത് വന്ന് ഇപ്പോൾ പൊതുജനങ്ങളോട് പേര് പറഞ്ഞു. ഇപ്പോൾ നടിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് അതിൽ നടപടികൾ നടക്കുന്നുണ്ട്, അല്ലേ? അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്ന മാതിരി ഇതിലെ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വാതിലിൽ മുട്ടി വിളിച്ചു എന്ന് പറയുന്ന തൊട്ട് നിങ്ങൾ നോക്കൂ, തൊഴിലിടങ്ങളിൽ ഒരു സ്ത്രീയുടെ നേരെ അപമാനകരമായിട്ട് ഒരു 5 സെക്കൻഡിൽ കൂടുതൽ നോക്കിയാൽ കുറ്റകൃത്യമാണ്. അങ്ങനെയുള്ള ഒരിടത്തിലാണ് ഈ പറയുന്ന മുഴുവൻ സംഗതികളും നടന്നിട്ടുള്ളത്. അതൊക്കെ ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് പറയാതെ, അതിന് നടപടിയെടുക്കാതെ ഈ വെളിപ്പെടുത്തലിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു സാങ്കത്യവും ഇല്ലാതെയാവും. അപ്പോൾ അത്തരത്തിലുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് വെളിപ്പെടുത്തപ്പെടുമോ, നടപടികൾ എടുക്കപ്പെടുമോ എന്നുള്ള ആശങ്ക നമുക്ക് നല്ല പോലെയുണ്ട്. അങ്ങനെ പേരുകൾ ഉണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട നടപടികൾ തീർച്ചയായിട്ടും കോടതി നടപടികൾ എടുക്കണല്ലോ. നടന്നിട്ടുള്ള ക്രൈമാണ്, അല്ലേ? കാരണം എന്താ വെച്ചാൽ ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീയെ പേടിപ്പിച്ച്, വാതിലിൽ മുട്ടി വിളിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് റേപ്പിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം പിന്നെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുള്ള നടപടികൾ എടുക്കുക തന്നെ വേണം. ഈ പുറത്ത് വിടാത്തത് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുമെന്നുള്ളതിനാൽ ആയിരിക്കാം. പക്ഷെ ആ ഒരു പുറത്തുവിടാത്ത ഭാഗത്തിലെ കുറ്റകൃത്യങ്ങൾ സർക്കാർ അന്വേഷിച്ച് അതിൽ നടപടി എടുക്കണം തന്നെയാണ്. പുറത്തുവിടാത്ത ഭാഗങ്ങളിൽ സർക്കാർ അന്വേഷിച്ച് നടപടി എടുക്കണം. ശരി, എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് ആ കുറ്റം ചെയ്ത ആളിനെ പുറത്തു വിടുന്നതിൽ അയാളെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ ഇപ്പോൾ അത്. പുറത്തു വിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും, ആരൊക്കെയോ തകർന്നു പോകും. ആ തകർന്നു പോകുന്നത് തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. ഇതാണല്ലോ പുറത്തു വിടാതിരിക്കുന്നതിൻ്റെ കാരണം. ഇത്തരത്തിലുള്ളൊരു സംഗതികളിൽ സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇതേ നിലപാടാണ്. നമ്മുടേത് ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് ആവർത്തിച്ച് എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാരമുള്ള ഒരു സർക്കാരിന് യോജിച്ച കാര്യങ്ങളല്ല ഈ വെളിയിൽ വന്നിട്ടുള്ളതൊന്നും. അപ്പോൾ നമുക്കൊരു MP ഉണ്ടല്ലോ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു MP ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രതികരിച്ചില്ല. അപ്പോൾ അദ്ദേഹവും കൂടി ഉണ്ടായിരുന്ന ഒരു മേഖലയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതിൽ ചെയ്യേണ്ടത് ഈ കുറ്റകൃത്യങ്ങളിലൊന്നും തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള സിനിമാ പ്രവർത്തകരെ, പുരുഷന്മാർ മുന്നോട്ട് വരണം. അവർ പറയണം. അല്ലെങ്കിൽ ഇത് അവരെയും കൂടി ഒന്നിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ള എല്ലാ നടീനടന്മാരെയും ഒന്നിച്ചിട്ട് ആണ് ഇപ്പോൾ ഈ ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആരോപണത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം, ഞങ്ങളല്ല എന്ന് പറയണം. അപ്പോൾ അവരും ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു മാഫിയയുടെ കളി തന്നെയാണ്. ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ചില ലക്ഷ്യത്തോടെ. എഴുത്തുകാരി സാറ ജോസഫിന്റെ പ്രതികരണമാണ് കണ്ടത്. സിനിമാ മേഖലയിൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അതിന്റെ പൂർണ്ണരൂപം പുറത്തു വരാത്തതുകൊണ്ട് നിയമപരമായ പരിമിതികളുണ്ട് എന്ന കാര്യമാണ് സാറ ജോസഫും ആവർത്തിക്കുന്നത്.